കളിക്കാരനുമായ സുൽഫി. ഞങ്ങൾ ഈ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടിയത് മാജർ FC എന്ന ഫുട്ബോൾ ക്ലബിൻ്റെ ഇനാഗുറേഷൻ്റെ ഭാഗമായിട്ട് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മാധ്യമപ്രവർത്തകർക്കും ജനങ്ങൾക്കും മുന്നിൽ ഈ ക്ലബിനെ പരിചയപ്പെടുത്താൻ വേണ്ടി ഒരു വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടിയതാണ്. അപ്പോൾ ഈ ക്ലബിൻ്റെ ഇനാഗുറേഷൻ്റെ ഭാഗമായി തന്നെ നമുക്ക് ജിദ്ദയിലെ ഏറ്റവും വലിയൊരു ടൂർണമെൻറ്റിൽ അഭിമുഖീകരിക്കാൻ നിൽക്കുകയാണ്. നാളെ ഇൻഷാ അല്ലാഹ് ജിദ്ദ KMCC സംഘടിപ്പിക്കുന്ന സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിൽ മാജർ FC നാളെ ജേഴ്സി അണിയും. അപ്പോൾ അതും കൂടി മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ഒരു വാർത്താ സമ്മേളനം നടത്തി നമ്മുടെ ആരാധകരെയൊക്കെ അറിയിക്കുക എന്നൊരു ഉദ്ദേശം തന്നെയാണ് ഞങ്ങളുടെ മുന്നിലുള്ളത്. അപ്പോൾ മാജർ FC എന്ന ക്ലബ്ബ് രൂപീകരിക്കാനുണ്ടായ സാഹചര്യങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ വളർച്ചയും ഉയർച്ചയും എല്ലാം മറ്റു ക്ലബിൻ്റെ ആളുകൾക്കൊക്കെ ഇതിനെക്കുറിച്ച് അറിയുന്നതാണ്. ഒരുപക്ഷെ മാജർ FC രൂപീകരിക്കാൻ വൈകിപ്പോയി എന്ന് മാത്രമേ എനിക്ക് പറയാനുണ്ടാവൂ. അപ്പോൾ ഈ ക്ലബിൻ്റെ രൂപീകരണം ഇൻഷാ അല്ലാഹ് ഈ ഒരാഴ്ചയിൽ തന്നെ സൗദി ഇന്ത്യൻ ഫുട്ബോൾ ഫോമിൽ രജിസ്റ്റർ ചെയ്യും. അതിൻ്റെ പ്രസിഡന്റ് ഇഫ്സുർ റഹ്മാൻ സാഹിബൊക്കെ ആയിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. വളരെ സന്തോഷപൂർവ്വമാണ് നമ്മുടെ ക്ലബിൻ്റെ വരവേൽപ്പ് അവർ വളരെ ഭംഗിയായിട്ട് തന്നെ സ്വീകരിച്ചത്. ഞങ്ങൾ ഈ കാര്യം അവരുടെ മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ മാജർ FC എന്ന ക്ലബ്ബ് എന്തുകൊണ്ടും സിഫിലേക്ക് വേണ്ടപ്പെട്ടൊരു ക്ലബ്ബ് തന്നെയാണ് എന്നാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വിലയിരുത്തൽ. ഇപ്പോൾ മാജർ FCയിലെ പ്ലെയേഴ്സ് തന്നെ ഒരുപാട് 8 പ്ലെയേഴ്സോളം ഇപ്പോൾ മറ്റു ക്ലബ്ബുകളിൽ സിഫിൽ കളിക്കുന്ന മറ്റു പല ക്ലബ്ബുകളിലും അതിലെ ഏറ്റവും നല്ല പ്രധാനപ്പെട്ട പൊസിഷനുകൾ വഹിക്കുന്ന പ്ലെയേഴ്സുകൾ തന്നെയാണ്. അപ്പോൾ മാജർ FCൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു പേടിയുമില്ല. ഒരു മാജർ FCയെ സംബന്ധിച്ചിടത്തോളം എതിരാളികൾ എന്ന് പറയാൻ നമുക്കില്ല എന്ന് തന്നെ വിശേഷിപ്പിക്കാം. അപ്പോൾ ഞങ്ങൾ ഈ ടീമിനൊരു പരിചയപ്പെടുത്തലും അതിൻ്റെ മുന്നോടി ആയിട്ട് ഈ ടൂർണമെൻറ്റിലെ കളിയെക്കുറിച്ചൊക്കെ ഇനി വരും വർഷങ്ങളിലും വരും ടൂർണമെൻറ്റുകളെക്കുറിച്ചൊക്കെ വിലയിരുത്താമെന്നുള്ള ഒരു അഭിപ്രായത്തിലാണ് ഞങ്ങൾ ഈ വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടിയത്. ഞാൻ എൻ്റെ ടീം മാനേജർ സുൽഫിയിലേക്ക് പറയും. ഞങ്ങൾ മാജർ FCയുടെ ഈ ഒരു വാർത്ത